2026 നടക്കുന്ന റെയിൽവേയുടെ പരീക്ഷകൾ അല്ലെങ്കിൽ ഇനി ഓരോ വർഷവും വരാൻ പോകുന്ന റെയിൽവേയുടെ പരീക്ഷകൾ എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ എക്സാമുകളെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ വർഷം നമുക്ക് റെയിൽവേയുടെ ഒരു ലിസ്റ്റ് ഓഫ് എക്സാംസ് തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം, ടെക്നീഷ്യൻ എക്സാം, സെക്ഷൻ കൺട്രോളർ എക്സാം, പാരാമെഡിക്കൽ റിക്രൂട്ട്മെന്റ്, ജൂനിയർ എഞ്ചിനീയർ എക്സാം, NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാം, അതുപോലെ മിനിസ്റ്റീരിയൽ ആയിട്ട് വരുന്ന എക്സാംസ്, ഗ്രൂപ്പ് D എക്സാംസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനായിട്ട് പോകുന്നതുമായ റെയിൽവേയുടെ പരീക്ഷകൾ. അപ്പൊ റെയിൽവേയിൽ ജോലി നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ റെയിൽവേയിൽ ഒരു എക്സാം ക്ലിയർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വളരെ ചെറിയ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഈ ചാനൽ മസ്റ്റായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം SSC പോലെയുള്ള, റെയിൽവേ പോലെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ജോലികളിലേക്ക് കയറാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വ്യക്തമായ ഒരു സൊല്യൂഷനാണ് ദിശ അക്കാഡമിയുടെ ഈ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് റെയിൽവേയുടെ എക്സാംസിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തരാം. RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് പ്രധാനമായിട്ടും റെയിൽവേയുടെ പരീക്ഷകൾ നടത്തുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാമുകൾ? നിങ്ങൾക്കറിയാം, ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അതായത് ട്രെയിൻ ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അതിന് സാധിക്കുന്ന റെയിൽവേയുടെ ALP എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. എല്ലാ വർഷവും ഞാൻ ഈ കാണിക്കുന്ന 8ഓളം പരീക്ഷകൾ നമുക്ക് വിളിക്കാനായിട്ട് പോവാം. ഇത് 2026 ഇനി 2027 വിളിക്കും, 28 വിളിക്കും. ഇങ്ങനെ ഓരോ വർഷവും കൃത്യമായിട്ട് ഈ പരീക്ഷകൾ നടക്കുക. കൂടാതെ നമ്മുടെ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന വെൻഡർ എന്ന് പറയുന്നത് TCS ആയതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് കൃത്യമായൊരു ഓർഡറിൽ തന്നെയാണ് അവർ ഈ പരീക്ഷകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. പരീക്ഷകൾ പണ്ടത്തെ പോലെ മാറ്റിവെക്കുക അല്ലെങ്കിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള യാതൊരു കൺഫ്യൂഷൻസും ഇല്ലാതെ വളരെ കൃത്യമായിട്ടാണ് റെയിൽവേയുടെ പരീക്ഷകൾ നടക്കുന്നത്. അപ്പോൾ ഒരു ലോക്കോ പൈലറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്ത് പരീക്ഷ എഴുതണം എന്ന് ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. റെയിൽവേയുടെ ALP എക്സാംസ്, അതുപോലെ തന്നെ റെയിൽവേയിൽ ടെക്നീഷ്യൻ പോസ്റ്റുകളുണ്ട്. ടെക്നീഷ്യൻ പോസ്റ്റുകൾ അത് ITA പോലുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് RRB ടെക്നീഷ്യൻ എന്ന് പറയുന്ന പരീക്ഷ. അതുപോലെ RRBയുടെ സൈഡിൽ നിന്ന് വരുന്ന സെക്ഷൻ കൺട്രോളർ എക്സാംസ്, അതുപോലെ പാരാമെഡിക്കൽ സൈഡിൽ നിന്ന് വരുന്നവർക്കുള്ള പാരാമെഡിക്കൽ എക്സാംസ്, അതുപോലെ ജൂനിയർ എഞ്ചിനീയർ റെയിൽവേയിൽ BTech ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് കയറാനായിട്ടുള്ള എക്സാമാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. അതുപോലെ NTPC, എന്താണ് NTPC? നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി. നമ്മുടെ 6ാമത്തെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് NTPC ആണ്, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാംസ്. അതിന്റെ കീഴിൽ ഒരുപാട് പരീക്ഷകളുണ്ട്. ഓരോ പോസ്റ്റിനെ കുറിച്ചും ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. NTPC നമ്മളുടെ പല വീഡിയോസിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. NTPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്കും അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾക്കും +2 ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റുകൾ, അതായത് ക്ലറിക്കൽ പോസ്റ്റുകളുണ്ട്, സീനിയർ ക്ലർക്ക് പോസ്റ്റുകളുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുകളുണ്ട്, ഗൂഡ്സ് ട്രെയിൻ മാനേജർ പോസ്റ്റുകളുണ്ട്. അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് എന്തിനകത്ത് വരുന്നത്? RRB NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ മിനിസ്റ്റീരിയൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പ് D റെയിൽവേയിലെ വലിയൊരു വേക്കൻസിക്ക് എല്ലാ വർഷവും വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗ്രൂപ്പ് D. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഗ്രൂപ്പ് D പരീക്ഷ. ഇതൊക്കെയാണ് റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ. ഇത് കൂടാതെ RPF എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അപ്പോൾ അതിന് ഇനി വർഷം, അടുത്ത വർഷം മുതൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് അത് നടത്തുന്നതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനോടൊപ്പം അത് പറയാഞ്ഞത്. എങ്കിലും ഒരു 8ഓളം പരീക്ഷകൾ നിങ്ങൾക്ക് എല്ലാ വർഷവും റെയിൽവേയുടെ സൈഡിൽ നിന്ന് വിളിക്കാനായിട്ട് പോവുക, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു വലിയ ഇൻഫർമേഷനാണ്. നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്രത്തോളം പരീക്ഷ എല്ലാ വർഷവും നടത്തപ്പെടുന്നുണ്ട്. ഇതിനെ എങ്ങനെ പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാൽ ഈ എക്സാം ക്ലിയർ ചെയ്യാം എന്നുള്ള ഒരു ഏരിയയിലേക്കാണ് ഞാൻ അടുത്ത് പോകുന്നത്. നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഇങ്ങനെ ഒരു സിലബസാണ്. ഞാൻ എല്ലാ എക്സാംസിനൂടെ കോമൺ ആയി ഒരു സിലബസ് പറഞ്ഞങ്ങ് പോവുകയാണ്. റെയിൽവേ എക്സാംസിന് എല്ലാത്തിനും കോമൺ ആയിട്ട് പഠിക്കേണ്ടത് എന്ന് പറയുന്നത് ഈ 4 സബ്ജക്റ്റുകളാണ്. ഏതാണ്? ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സബ്ജക്ട്സ്. ഇതിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് ജനറൽ സയൻസ് പ്ലസ് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK ആണ്. പറഞ്ഞ മനസ്സിലായോ? ഈ ജനറൽ അവയർനെസ് ഉദ്ദേശിക്കുന്നത് ജനറൽ സയൻസ് പ്ലസ് GK. അതായത് നിങ്ങൾ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം പിള്ളേരെ? സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ബയോളജി പഠിക്കണം. അപ്പോൾ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കണം.
GK എന്ന് പറയുമ്പോൾ എന്തൊക്കെ പഠിക്കണം? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ് പോലെയുള്ള GK പാർട്ടുകൾ പഠിക്കണം. പിന്നെ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ റീസണിങ്, ലോജിക്കൽ, നമ്മുടെ ഇന്റലിജൻസ് അളക്കുന്ന ലോജിക്കൽ റീസണിങ്. ഇനി ഇതിന്റെ വെയിറ്റേജ് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ലോജിക്കൽ തിങ്കിങ് അളക്കുന്ന സബ്ജക്റ്റിന് 30 ക്വസ്റ്റ്യൻസും 30 മാർക്കുമാണ് വരുന്നത്. മാത്സിൽ നിന്ന് ഏകദേശം 25 മുതൽ 30 ക്വസ്റ്റ്യൻസ് വരെ വരാം. ചിലത് 25 ക്വസ്റ്റ്യൻസ് വരും ചില എക്സാമുകൾക്ക്, ചിലത് എക്സാംസുകൾക്ക് 30 ക്വസ്റ്റ്യൻസ് വരും. എന്തായാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും മാർക്കും വരുന്നത്. ഇനി ഇവിടെയും 40 മുതൽ 45 എന്ന റേഞ്ച് ആയിരിക്കും വരുന്നത്. ചില എക്സാമുകൾക്ക് ജനറൽ സയൻസ് 25 മാർക്ക് ഉപയോഗിക്കും, GK 20 മാർക്കായിരിക്കും ചെയ്യുക. ചില എക്സാമുകൾക്ക് 2 നിന്നും 20 എന്ന രീതിയിൽ ഈച്ചായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഏകദേശം 40 to 45 മാർക്സ്. എങ്ങനെയായാലും 100 ക്വസ്റ്റ്യൻസും 100 മാർക്കും 1.5 മണിക്കൂർ വരുന്നൊരു പരീക്ഷയുമാണ് ഇതിന് നമ്മൾ ബേസിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ചില എക്സാമുകൾക്കൊക്കെ 2 സ്റ്റേജ് പരീക്ഷകൾ വരുന്നുണ്ട്. പക്ഷെ 2 സ്റ്റേജിലും രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരേ സിലബസ് തന്നെയാണ്. ടെക്നിക്കൽ സബ്ജക്റ്റിന് ഒഴിച്ച് ബാക്കി നോൺ ടെക്നിക്കൽ എക്സാമുകൾക്കെല്ലാം ഒരേ ടോപ്പിക് തന്നെയാണ് നിങ്ങൾ Tier 1-നും Tier 2-നും പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. എന്ത് പഠിക്കണം? മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം. ഓക്കെ, അത് തന്നെ എക്സാമിന്റെ 50% ഓഫ് ടോപ്പിക് അത് തന്നെയാണ്. അതിനുശേഷം വരുന്നത് ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇനി ആ ഒരു കൺഫ്യൂഷൻ വേണ്ട, സാർ എന്താണ് പഠിക്കേണ്ടത് ഈ എക്സാമിന് എന്നുള്ളത്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ വരുന്ന ഓൺലൈൻ മോഡിലുള്ള ഒരു പരീക്ഷയാണ് നമ്മൾ എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ കൃത്യമായിട്ട് എക്സാമുകൾ എഴുതി പരിശീലിച്ച് വേണം ഇത്തരം പരീക്ഷകളെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ, വീഡിയോ കാണുന്നതെങ്കിൽ എങ്ങനെ പഠിക്കണം സാർ, എങ്ങനെയാണ് ഈ എക്സാമുകൾക്ക് പഠിക്കേണ്ടത് എന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ഹൗ ടു സ്റ്റഡി, എങ്ങനെ പഠിക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് വ്യക്തമായ ഉത്തരമുണ്ട്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിന്റെ സിലബസ്, ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഒരു സിലബസ്. എന്താണ് സിലബസ് പറഞ്ഞത്? ആ സിലബസിൽ നമ്മൾ കണ്ടത് QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് കണ്ടു, ലോജിക്കൽ റീസണിങ് കണ്ടു, മാത്സ് കണ്ടു, റീസണിങ് കണ്ടു, പിന്നെ ജനറൽ സയൻസ് കണ്ടു, പിന്നെന്ത് പഠിച്ചു? GK പഠിച്ചു. ഇത്രയും ടോപ്പിക്കുകൾ, ഈ 4 ടോപ്പിക്കുകളും നമ്മൾ വ്യക്തമായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കണം. ഞാൻ പറയുന്നു ഒരു 4 മുതൽ 6 മാസം വരെ സമയം നമ്മൾ എടുക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് നമുക്ക് ഇതിന്റെ സിലബസ് കവറപ്പ് ചെയ്യാം. 6 മാസം കൊണ്ട് എന്ത് കവറപ്പ് ചെയ്യാം പിള്ളേരെ? സിലബസ് കവറപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിലബസ് കവറപ്പ് ചെയ്യാൻ എടുക്കുന്ന 4 to 6 months ആണ്. അപ്പോൾ അത് തുടക്കക്കാരായ ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 4 മുതൽ 6 മാസം ഇതിന്റെ സിലബസ്, ഈ ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് എടുക്കണം. അങ്ങനെ സിലബസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫോക്കസ് ആണ്. എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഏത് എക്സാം ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. അതായത് റെയിൽവേയിൽ ഒരുപാട് എക്സാംസ് ഉണ്ടല്ലോ. ജൂനിയർ എഞ്ചിനീയർ എക്സാം ഉണ്ട്, ഗ്രൂപ്പ് D എക്സാം ഉണ്ട്, NTPC എക്സാം ഉണ്ട്, അപ്പോൾ നിങ്ങൾ ALP എക്സാം ഉണ്ട്. ഏത് എക്സാം ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഏരിയയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മോക്ക് എക്സാംസ് എഴുതണം. എന്താണ്? മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പരിപാടി സിലബസ് കവറപ്പ് ചെയ്യാണ്. രണ്ടാമത് ഫോക്കസ് ചെയ്യണം ഏത് എക്സാം ആണെന്ന്. അതിനുശേഷം ദ തേർഡ് വൺ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ദെൻ ദ ഫോർത്ത് വൺ കമ്പൈൻ ആയിട്ടുള്ള സ്റ്റഡി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കമ്പൈൻ സ്റ്റഡി. എന്താണ് കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത്? ഇപ്പോൾ ദിശ അക്കാഡമിയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർ ബാച്ച് വൈസ് ആയിട്ട് അല്ലെങ്കിൽ കുറേ ബാച്ചുകളുടെ വളരെ ഒരേ കൈൻഡ് ഓഫ് എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികളെല്ലാം കൂടെ അവർ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കിപ്പോൾ GK ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കേട്ടുകൊണ്ടോ വായിച്ചുകൊണ്ടോ ഇരിക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ബോറടിക്കും. പക്ഷേ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ടിരുന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ പഠിച്ചു പോകും. സോ കമ്പൈൻ സ്റ്റഡി ഈസ് ദ ഇഫക്റ്റീവ് ഐറ്റം ആയിട്ടാണ് നമ്മൾ എന്തിൽ കൂട്ടിയിരിക്കുന്നത്? പ്രിപ്പറേഷനിനകത്ത്. അപ്പോൾ സിലബസ് കവറപ്പ് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു ഏത് എക്സാം ആണെന്ന്, അതനുസരിച്ചിട്ടുള്ള മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നു, അതിനോടൊപ്പം കമ്പൈൻ സ്റ്റഡി എന്ന് ഉള്ളൊരു കാര്യം. എന്നിട്ട് ഫിഫ്ത്ത് വൺ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും നമ്മളൊരു 5 മുതൽ 6 അവേഴ്സ് വരെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ QA പഠിച്ചിരിക്കണം എല്ലാ ദിവസവും. അതുപോലെ ഒരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ RI ചെയ്തിരിക്കണം, റീസണിങ് ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ
50 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ തുടങ്ങിക്കോ, പിന്നെ അത് 25 50 ക്വസ്റ്റ്യൻസ്. ഈ എക്സാമിന്റെ മെജോറിറ്റി ഓഫ് പോർഷൻ എന്താ? മാത്സും റീസണിങ്ങും. അത് എല്ലാ ദിവസവും ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി അവർക്ക് എന്തായിരിക്കും? സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ പഠിക്കുന്നവരാണെങ്കിൽ ആഫ്റ്റർ 4 to 6 months നമ്മൾ മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുകയും കമ്പൈൻ സ്റ്റഡിയിലൂടെ കടന്നു പോവുകയും എല്ലാ ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ ക്ലിയർ ആയിട്ട് പഠിക്കുകയും ആ സമയങ്ങളിൽ 50 ക്വസ്റ്റ്യൻസ് വരെ മാത്സും റീസണിങ്ങും എല്ലാ ദിവസവും ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ദെൻ ദ 6th one റിയൽ എക്സാം ആണ്. റിയൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതേ രീതിയിൽ ഇതേ ഒരു പാറ്റേൺ പിടിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ വരാൻ പോകുന്ന റെയിൽവേയുടെ എക്സാംസ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോവുക. ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യണം മക്കളെ. ചില ആളുകൾ എവിടെ തുടങ്ങണമെന്ന് അറിയാൻ മേലാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് തുടങ്ങിയല്ലേ പറ്റൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇപ്പോൾ ദിശയിൽ വരുന്ന ആളുകളാണെങ്കിൽ ദിശ അക്കാഡമിയിൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളവരടുത്ത് പോയി നിങ്ങൾ ആ സിലബസ് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ദിശയ്ക്ക് തന്നെ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, തൃശ്ശൂർ, കോഴിക്കോട് എല്ലാം സെൻറ്ററുകൾ അവൈലബിൾ ആണ്. ഓഫ്ലൈനായി പഠിക്കാൻ പറ്റുന്നവർ മസ്റ്റായിട്ടും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ പഠിക്കുക. ഇല്ലെങ്കിൽ ദിശയ്ക്ക് തന്നെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതിലൂടെയും നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ റെയിൽവേയുടെ എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടും ദിശ അക്കാഡമി പുതിയ റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഏത് കൈൻഡ് ഓഫ് എക്സാം പ്രിപ്പയർ ചെയ്താലും അതിന് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. സിലബസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ കംപ്ലീറ്റ് ചെയ്യല്ല. നമ്മുടെ അക്കാഡമിയിലാണെങ്കിൽ ഈ കംപ്ലീഷനോടൊപ്പം തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബിഗിനേഴ്സ് മെറ്റീരിയൽ, എല്ലാ ദിവസവും ചെയ്യാനായിട്ട് മെറ്റീരിയൽ, വർക്കൗട്ട് മെറ്റീരിയൽസ്, പ്രാക്ടീസ് സെക്ഷൻസ്, ഇതെല്ലാം കൂടെ കടന്നു പോകുമ്പോൾ ഈ 4 to 6 months ഒരു റൗണ്ട് ഓഫ് പരിപാടി കഴിയും. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ ദിവസവും മാത്സ് റീസണിങ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. ദെൻ ആഫ്റ്റർ 4 to 6 months നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. നമ്മൾ ഏത് എക്സാമിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ALP ലോക്കോ പൈലറ്റ് ആവണമെങ്കിൽ അതിൻ്റെ എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യാം. അതല്ല നിങ്ങൾ പിന്നെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ആണെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. അതല്ല NTPC എക്സാം ആണെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇത് ഏത് എക്സാം ആണെങ്കിലും ഇതിനകത്ത് നോൺ ടെക്നിക്കൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഈ സെയിം സിലബസ് തന്നെയാണ്. സോ അതിൻ്റെ ക്ലാരിറ്റി ഓഫ് സ്റ്റഡി ഒരു കാരണവശാലും നമ്മൾ മാറ്റാൻ പാടില്ല. ദെൻ തേർഡ് വൺ, നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സാംസിൻ്റെ മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി, നന്നായിട്ട് കമ്പൈൻ സ്റ്റഡി യൂസ് ചെയ്യുക. എല്ലാ ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ പഠിക്കാമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സാംസിലേക്ക്. എനിക്ക് ഉറപ്പായിട്ടും പറയാം, റെയിൽവേയുടെ ഈ പരീക്ഷകളെല്ലാം ഒരേ പാറ്റേണിൽ വരുന്നതായതുകൊണ്ട് NTPC നേടിയെടുക്കാനോ ഗ്രൂപ്പ് D നേടിയെടുക്കാനോ ഒന്നും നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ട് പഠിക്കേണ്ട. എല്ലാം ഒരേ പാറ്റേണിൽ തന്നെ പഠിച്ചു പോയാൽ മതി. സോ ദെൻ റിയൽ എക്സാംസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഇനി എങ്ങനെ തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടാണ് പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഏകദേശം 183K സബ്സ്ക്രൈബേഴ്സ് ഉള്ള, അതുപോലെ തന്നെ 3.6K വീഡിയോസ് ഉള്ള ദിശ അക്കാഡമിയുടെ പ്ലേ ലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് റെയിൽവേയുടെ ധാരാളം വീഡിയോസ് ഫ്രീ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് എക്സാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്, സാർ ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് എക്സാം കിട്ടിയേനെ, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഗൈഡ് ലൈൻ കറക്റ്റായിട്ട് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും റെയിൽവേ, കേന്ദ്ര ഗവൺമെൻറ് പരീക്ഷകൾ, അതുപോലെ ബാങ്കിങ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ കറക്റ്റായിട്ട് ഒരേ റൂട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദിശ അക്കാഡമിക്ക് സാധിക്കുന്നുണ്ട്. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറും ഇവിടെ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ പോയി കണ്ട് ഒരുപാട് റിസൾട്ട് നേടിയ വിദ്യാർത്ഥികളുടെ വീഡിയോസൊക്കെ ആ ചാനലിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് എന്താണ്? ഒരു മോട്ടിവേഷനാണ്, എങ്ങനെയാണ് എക്സാമിലേക്ക് എത്തേണ്ടത് എന്നുള്ളത്. കൂടാതെ പ്ലേലിസ്റ്റിൽ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതെല്ലാം കണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും റെയിൽവേ എക്സാം എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുക? വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.